വചനം വചനം ത്രിയേക ദൈവമം വചനം. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ. യു കനോട്ട് കോംപ്രിഹെൻഡ് ഗോഡ് വിത്ത് യുവർ ഇൻ്റലക്റ്റ്. ഇഫ് യു ക്യാൻ, ദെൻ ഗോഡ് ഈസ് നോ മോർ എ ഗോഡ്. നിൻ്റെ തലയ്ക്കകത്ത് ദൈവത്തെ പരിമിതപ്പെടുത്തുവാൻ സാധിക്കില്ല. അഥവാ സാധിച്ചാൽ ആ ദൈവം ദൈവമല്ല. പറഞ്ഞത് വിശുദ്ധ തോമസ് അക്വിനാസ് ആണ്. പക്ഷേ എന്നിട്ടും ദൈവം എന്നത് ഒരു അന്വേഷണ വിഷയം തന്നെയാണ്. രാജാക്കന്മാർ തുടങ്ങി ആട്ടിടയന്മാർ വരെ ദൈവത്തെ അന്വേഷിച്ചവരാണ്. ലുക്ക 10:21 ആത്മാവിൽ ആനന്ദിച്ച് യേശു തന്നെ പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതായത് ദൈവം എന്നത് വലിയ രഹസ്യമായിരിക്കെ ശിശുസഹജമായ മനസ്സുള്ളവർക്ക് പ്രാപ്യമാകുന്ന യാഥാർത്ഥ്യം കൂടെയാണ്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം പൂനെയിലെ കർമ്മലീത്ത മിണ്ടാമഠത്തിൽ എയറോനോട്ടിക്സിൽ PhD എടുത്ത ഒരു സഹോദരി സന്യാസിനിയാകുവാൻ പ്രവേശിച്ചതും സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ ഒരു സഹോദരി ഈ വർഷം എരമല്ലൂർ മിണ്ടാമഠത്തിൽ പ്രവേശിച്ചതും CA ബിരുദമുള്ള ഒരു സഹോദരി കോളയാട് കർമ്മലീത്ത മിണ്ടാമഠത്തിൽ അംഗമായതും. പൈത്തഗോറസ് സിദ്ധാന്തമനുസരിച്ച് നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ, നിങ്ങൾ 3 ആളുകളല്ലേ, അപ്പോൾ 1 + 1 + 1 ഈസ് ഈക്വൽ ടു 3 അല്ലേ? ഉടനെ ദൈവം നമ്മോട് ഒരു മറുചോദ്യം ചോദിക്കും, എൻ്റെ മക്കളെ 1 × 1 × 1 ഈസ് ഈക്വൽ ടു 1 എന്നതും ശരിയല്ലേ എന്ന്. അതേ പ്രിയരെ, സമീപനങ്ങൾ മാറിയാൽ സങ്കല്പങ്ങളും മാറും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ ധ്യാനചിന്ത ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ സമീപനങ്ങൾ മാറ്റിയാലേ നമ്മുടെ ദൈവ സങ്കല്പങ്ങളും മാറൂ എന്നാകട്ടെ. അങ്ങനെയെങ്കിൽ നമ്മിലെ ദൈവസങ്കല്പത്തെ ഒരു കുഞ്ഞിൻ്റെ മനസ്സോടെ ധ്യാനിച്ചാൽ ആരാണ് പിതാവ്, ആരാണ് പുത്രൻ, ആരാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അതായത് പിതാവ് സ്നേഹമാണ്, പുത്രൻ കൃപയാണ് അഥവാ കരുണയാണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നാൽ കൂട്ടായ്മയാണ്. ഈ ദൈവിക സങ്കല്പങ്ങളെ നമുക്കൊന്ന് ധ്യാനിക്കാം. ദൈവം സ്നേഹമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 1:9-11 യേശുവിൻ്റെ ജ്ഞാനസ്നാനമാണ്. ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ സ്നേഹമാകുന്ന പിതാവ് പുത്രനോട് പറയുന്നു, നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നേഹമെന്നാൽ സ്വീകരിക്കലാണ്, അംഗീകരിക്കലാണ്. അതാണ് പിതാവ് പുത്രന് നൽകിയത്. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഐ അക്സെപ്റ്റ് യു ആസ് മൈ സൺ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഐ ആം വെൽ പ്ലീസ്ഡ്. സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതാണ് എന്ന് പിതാവായ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അത് മറ്റുള്ളവരെ സ്വീകരിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ആകണം. രണ്ടാമതായി പുത്രൻ്റെ കരുണ. ലൂക്ക 23:24 കുരിശിൻ്റെ വേദനയിലും കരുണയാകുന്ന പുത്രൻ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം മാത്രമല്ല ഇവിടെ ധ്യാനിക്കേണ്ടത്, ഒപ്പം പുത്രൻ്റെ കരുണ കൂടെയാണ്. നമുക്കും പ്രാർത്ഥിക്കാം, പുത്രനായ യേശുവേ, നിൻ്റെ കരുണ ഞങ്ങൾക്കും നൽകണമേ. മൂന്നാമതായി പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോസ്തല പ്രവർത്തനം 1-8 യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ശക്തി കൂട്ടായ്മയുടെ ശക്തിയാണ്. ആദിമസഭയിൽ നമ്മൾ കാണുന്നത് ഈ കൂട്ടായ്മയുടെ സൗന്ദര്യമാണ്. അതിനാൽ പ്രിയരെ, നാം ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു ദൈവ എന്ന
ഇവർ 3 ആളുകൾ എന്ന നമ്മുടെ ദൈവസങ്കല്പത്തെ കുഞ്ഞു മനസ്സിൻ്റെ നിറവോടെ അന്വേഷിക്കാം, മനസ്സിലാക്കാം. അതിനായി പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കരുണയും ആത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് കർമ്മല സഭയിലെ വിശുദ്ധയായ കൊച്ചുത്രേസ്യ പുണ്യവതിയെപ്പോലെ പറയാനാകും, ഞാൻ ഈ ഭൂമിയിൽ ഒരു സ്വർഗം കണ്ടു. ആ സ്വർഗം ദൈവമാണ്, ആ ദൈവം എൻ്റെ ആത്മാവാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.